നിങ്ങൾ ചെല്ല്, എനിക്ക് പേടിയാ. എന്നെ അയാൾ ചീത്ത വിളിക്കും. നിന്നെ ചീത്ത വിളിച്ചാൽ നീ കേട്ടോണ്ടിരിക്കും, എന്നെ വിളിച്ചാൽ എനിക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റൂല. എന്നാ നമുക്ക് രണ്ടാക്കും കൂടി പോവാം. അഥവാ അയാൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ തിരിച്ചൊന്നും പറയണ്ട. എങ്ങോട്ട് പോകണം? സാർ സത്യശീല സാറാണ്. കയ്യിൽ കാശോ സംഭാവനയോ സമ്മാനമോ വല്ലതും വച്ചിട്ടുണ്ടോ? ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല. സാറേ, ഏതായാലും സത്യശീലൻ സാറിനെ വിജിലൻസുകാർ പൊക്കിയത് വലിയ കഷ്ടമായി പോയി. കൊണ്ട് ഇടിച്ചില്ലാതാക്കിയെന്നാണ് കേട്ടത്. മിക്കവാറും സാറിന്റെ ജോലി പോവും. ഒറ്റ കൊടുത്തവരെ കൊട്ടേഷൻ സംഘത്തെ കൊണ്ട് സാർ റെഡിയാക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അത് വേണം. സാറാരും മോൻ ചെല്ല് ചെല്ല് ചെല്ല്. നമസ്കാരം. ഇരുന്നാട്ടെ, ഇരിക്കൂ ഇരിക്കൂ. എന്താണാവോ? സാറേ, ഓ, എനിക്കൊരബദ്ധം പറ്റി. എന്തോ? എനിക്കൊരബദ്ധം പറ്റിപ്പോയി. അയ്യോ, അബദ്ധം പറ്റിയത് എനിക്കാണ്. മറ്റൊരാൾക്ക് പതിച്ചു കൊടുക്കാൻ സർക്കാരിന് അധികാരമുള്ള ഭൂമിയുടെ ലിസ്റ്റ് ഇവിടെ ഉണ്ട്. നിങ്ങൾ തന്ന അപേക്ഷയിൽ കാണിച്ചിട്ടുള്ള വസ്തു ഇതിനകത്ത് കാണാനില്ല. സാറതൊന്ന് സാധിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ സാധിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. ഇനിയും ഞാൻ വിചാരിച്ചാൽ സാധിക്കും. നിങ്ങൾ വിചാരിച്ചപ്പോ വിജിലൻസുകാർ ഇവിടെ വന്നില്ലേ? അങ്ങനെ പലരും വിചാരിച്ചാലും പലതും സംഭവിക്കുമെന്ന് മനസ്സിലാക്കിക്കോ. നിങ്ങൾ ഒരു വിശദീകരണം എനിക്ക് കേൾക്കണ്ട. നിങ്ങൾ പറഞ്ഞു വിട്ട വിജിലൻസുകാർ എന്നെ എന്ത് ചെയ്തു? എന്നെ മൂക്കിൽ വലിച്ചോ? സാറേ, അതൊന്ന് ഇവിടെ വന്നിട്ട് വളരെ വിഷമിച്ച് വന്നപ്പോൾ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഞാൻ മാപ്പ് പറയാൻ വേണ്ടിയിട്ട് വന്നാണ്. നിങ്ങൾ മാപ്പ് പറയണ്ട. ഈ താലൂക്കിലെ മൊത്തം ഭൂമിയുടെ മാപ്പ് ഇവിടെ ഉണ്ട്. ഇനി നിയമത്തിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ പോട്ടെ. ഇനി നിങ്ങൾക്ക് എങ്ങാനും അനുകൂലമായിട്ട് കാര്യങ്ങൾ വന്നാൽ ലാൻഡ് അസസ്മെന്റ് കമ്മിറ്റി എതിർക്കുന്ന പണി ഞാൻ ചെയ്തു വെക്കും. ഓ, ഇനി അവരെ സ്വാധീനിച്ച് വിജിലൻസിനെ കൊണ്ട് എന്നെ പിടിപ്പിക്കാനായിരിക്കും അല്ലേ? അയ്യോ സാർ, അങ്ങനെയല്ല, ഞാൻ നോക്കി. ആരും ഒബ്ജക്ഷൻ പറയാത്ത തരത്തിൽ തിരുത്തേണ്ടതൊക്കെ തിരുത്തി, കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുത്ത് എല്ലാവരും തൃപ്തിപ്പെടുത്തി കാര്യങ്ങൾ നീക്കണമെങ്കിൽ ഇനിയും 7000 രൂപ ചെലവ് വരും. പിന്നെ വിജിലൻസുകാർ അറിഞ്ഞ കേസായതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം കാര്യങ്ങൾ നടത്താൻ. ഇനി അങ്ങനെ നടത്തിയാൽ തന്നെ നിങ്ങളുടെ ഫയൽ കാണുമ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് ചൊറിച്ചിൽ വരും. ഞാൻ എന്തിനാണെന്ന് വെറുതെ ആവശ്യമില്ലാത്ത വിഷസർപ്പത്ത് എടുത്ത് എന്റെ കഴുത്തിലടിക്കുന്നത്? നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പൊ പോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശ് എനിക്ക് ശമ്പളം കിട്ടുമ്പോൾ നിങ്ങൾ വാങ്ങിച്ചോണ്ട് പൊക്കോ. സാർ, അങ്ങനെ പറയരുത്. അയ്യോ, ഇപ്പൊ തരാൻ എന്റെ കയ്യിലില്ല. അതല്ല, പിന്നെ കുട്ടിയെല്ലാം ചെലവായി പോയി, കയ്യിൽ പൈസ ഇല്ല. ഈ ചെലവാവുന്ന 7000 രൂപ കൂടി ഞങ്ങൾ തരാം. വേറെ ആരും അറിയില്ല സത്യം. വേണ്ട 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 വേണ്ട, നിങ്ങളുടെ പൈസ ഞാൻ തരാം. അത് ശരിയാവില്ല. നിങ്ങളുടെ പൈസ ഞാൻ തരാം. നിങ്ങൾ പോയിക്കോളൂ. അതല്ല സാർ, അതല്ല. വേണ്ടെന്ന് വെറുതെ എന്നെ പ്രലോഭിപ്പിക്കാതെ നിൽക്കണ്ട. നിങ്ങൾ പോയിക്കോളൂ. തരാം പൈസ, മറ്റേ ബാക്കിയും കൂടെ തരാം. 7000 കാണിക്ക്. ഇപ്പല്ല. അത് ഇപ്പല്ല, വേണ്ട. ഇതെല്ലാം ആൾക്കാർ പിന്നെ എങ്ങനെയാണ്? അതല്ല സാർ, പിന്നെ ഒരു അല്ല ഇല്ല. നിങ്ങൾ പോ. എല്ലാ പൈസയും കൂടെ നമ്മൾ ഇനി ആ പൈസ ആയിട്ട് വന്നാൽ മതി, കാര്യങ്ങൾ നടത്താം. അല്ലെങ്കിൽ പോ. മറ്റേ പൈസ തരാം. എന്താ? മറ്റേ എന്താണ്? ഒന്നുമില്ല.